എല്ലാവർക്കും നമസ്കാരം. മൂലം നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മളെടുക്കുന്ന 19ാമത്തെ നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ നക്ഷത്രനാഥൻ അത് കേതുവാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളോടൊപ്പമുള്ള അശ്വതി, മകം, മൂലം ഈ ഗ്രൂപ്പിൽ വരുന്ന നിങ്ങൾ ഈ 3 നക്ഷത്രങ്ങളും കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ്. എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ അതിദേവതയായിട്ട് വരുന്നത് രാക്ഷസ ദേവതയായ നിരാശ്രുതി അഥവാ മഹാകാളിയാണ്. ഈ ജ്യോതിഷത്തിൽ ഈ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആൽമരത്തിൻ്റെ വേരാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ആ ഒരു അടയാളമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ ബോധിവൃക്ഷത്തിൻ്റെ വേര് നിങ്ങളുടെ നക്ഷത്രത്തിന് കിട്ടാനുള്ള കാരണം എന്താണെന്നൊരു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു പോയേക്കാം. ഇതിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ ഈ വളരെയധികം സമയം നന്നായി ചിന്തിച്ചുറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നിങ്ങൾ മൂലം നക്ഷത്രക്കാർ. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു ചിന്തപ്പാട് നിങ്ങൾ ഈ മൂലം നക്ഷത്രക്കാരിൽ പിറന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഗുണമാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾക്ക് നിങ്ങളുടെ ഈ അമിത ചിന്ത അത് വളരെ ദോഷമാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്രയധികം മറക്കാൻ ശ്രമിക്കുന്ന വിഷയവും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ സമാധാനം കെടുത്തുമെന്ന് മാത്രമല്ല, ഉറക്കവും നഷ്ടപ്പെടുത്തിയേക്കും. തുടർന്ന് ഈ സ്വന്തം ജീവിതം തന്നെ എന്ത് ഭാരമാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്ന ആ ഒരു അവസ്ഥാവിശേഷം നിങ്ങളിൽ സംജാതമാകും. എന്നാൽ ഈ പറഞ്ഞ നിങ്ങളിൽ തന്നെ ആദ്യം പറഞ്ഞ ആ ഒരു വിഭാഗം ആളുകൾക്ക് ഇതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കാരണം മറ്റാളുകൾക്ക് അബദ്ധം സംഭവിക്കുന്ന പല മേഖലകളും ഇവർക്ക് വീണ് കിട്ടിയ ആ ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇവർ അവരുടെ വിജയക്കൊടി പാറിക്കും. ഇതിനൊരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം. ഒരു മൂലം നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ ഒരു മൂലം നക്ഷത്രക്കാരിയായ വ്യക്തി ഒരു ജോലി, അതിപ്പോൾ ഗവൺമെൻറ് ടെൻഡർ വിളിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ടെൻഡർ കിട്ടുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്കതിനുള്ള കഴിവില്ല. എന്നാൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് ആ ജോലി ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ വെച്ച് നിങ്ങൾ ആ ജോലി ചെയ്ത് പൂർത്തിയാക്കി അതിൻ്റെ ലാഭവിഹിതം 3/4 ഭാഗവും നിങ്ങൾ കൈക്കലാക്കിയിരിക്കും. 1/4 ഭാഗം ആ ജോലി ചെയ്ത ആളുകൾക്ക് നൽകി അവരെ നിങ്ങൾ പറഞ്ഞുവിടും. ഇവിടെ ഈ ഒരു ഉദാഹരണം പറയാൻ കാരണം ഈ കേതു ഭരിക്കുന്ന നക്ഷത്രത്തിൻ്റെ ആ ഒരു യഥാർത്ഥ ചിന്താശക്തി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ അതിനു വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ കേതു ഒരു കുത്തിത്തിരിപ്പിൻ്റെ ആ ഒരു നക്ഷത്രമാണ്. അതിനാൽ ഈ പറഞ്ഞ മൂലം നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങൾ അറിയാതെ ആണെങ്കിൽ പോലും ചില കുത്തിത്തിരിപ്പ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തലപൊക്കിക്കൊണ്ടിരിക്കും. അതായത് 2 ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ രീതിയിൽ ആ ടെൻഡൻസി ഉള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മാത്രവുമല്ല, ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞവർ അവരുടെ ജീവിതകാലത്ത് പിന്നെ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ല. പറയാൻ കാരണം ആ രീതിയിലായിരിക്കും 2 പേരും അടിച്ചു പിരിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേതു ഭരിക്കുന്ന മൂലം നക്ഷത്രക്കാരുടെ ആ ഒരു യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ നക്ഷത്രഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിലെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ സാധാരണ നക്ഷത്രഫലങ്ങൾ പറയുന്ന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി നമ്മൾ ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന എല്ലാ നക്ഷത്രഫലങ്ങൾക്കും ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതെന്തെന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രായം വെച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഈ സമയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ അതിലൂടെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം ഇവിടെ ഈ മൂലം നക്ഷത്രത്തിൻ്റെ ആ ഒരു ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ ഒന്നുപോലും വിട്ടുപോകാതെ ഞാൻ പറയുകയും ചെയ്യും.
ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനുവേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സോ നിങ്ങൾക്കിവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറഞ്ഞു പോകുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത ആ ഒരു ഏജ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞു പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ഓർമ്മയിൽ വെച്ചാൽ മതി. അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ അത് കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ ഗണിച്ചെടുത്തിരിക്കുന്ന ജ്യോതിഷ ഫലങ്ങളും കൃത്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിൽ അവരുടെ കഴിഞ്ഞു പോയ പാസ്റ്റും ഇനി അവർക്ക് വരാനുള്ള അവരുടെ ആ ഫ്യൂച്ചറും കൃത്യമായി ഏകീകരിച്ചുകൊണ്ട് ഫലം പറയുന്നത്. അതിന് നമുക്ക് മൂലനക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 19ാമത്തെ നക്ഷത്രമായ ഈ തകർത്തെറിയലുകളുടെയും അതിശക്തമായ പുനർജന്മത്തിൻ്റെയും പ്രതീകമായ കേതു ഭഗവാൻ നക്ഷത്രനാഥനായിട്ടുള്ളൊരു സവിശേഷ നക്ഷത്രമാണ് ഈ പറഞ്ഞ മൂലനക്ഷത്രം. ഈ മൂലനക്ഷത്രക്കാരുടെ അതിദേവതയായിട്ട് വരുന്നത് രാക്ഷസ ദേവതയായ നിരാസൃതി അല്ലെങ്കിൽ മഹാകാളിയാണ്. ജ്യോതിഷത്തിൽ മരത്തിൻ്റെ വേരുകൾ അല്ലെങ്കിൽ കെട്ടിയിട്ട അമ്പും വില്ലുമാണ് ഇതിൻ്റെ ആ ഒരു അടയാളമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ വേര് ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി ഉറച്ചു നിൽക്കുന്നത് പോലെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിയാലും സ്വന്തം നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാത്ത അങ്ങനെയുള്ള ആ ഒരു പ്രകൃതമുള്ളവരാണ് ഈ മൂലനക്ഷത്രക്കാർ. തങ്ങളെ തകർക്കാൻ നോക്കുന്ന ഏത് സാഹചര്യത്തെയും ഇവരുടെ കൂർമ്മ ബുദ്ധി കൊണ്ട് ഇവർ അതെല്ലാം വേരോടെ പിഴുതെറിഞ്ഞ് പുതിയൊരു സാമ്രാജ്യത്തിലേക്ക് ഉയരാനുള്ള ആ ഒരു അസാധാരണ ശക്തി ഈ മൂലനക്ഷത്രക്കാർക്ക് പ്രകൃതിദത്തമായി തന്നെ വന്നു ചേർന്നിട്ടുണ്ടാകും. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയായ ധനുക്കൂറിലാണ്. രാശ്യാധിപൻ വ്യാഴവും നക്ഷത്രാധിപൻ കേതുവുമായതുകൊണ്ട് കേതുവിൻ്റെ നിഗൂഢമായ ബുദ്ധിശക്തിയും കേതു ഭരിക്കുന്ന ആ ഒരു ദൃഢനിശ്ചയവും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ധർമ്മബോധവും ഒരുപോലെ ഇടകലർന്ന ആ ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഈ പറഞ്ഞ മൂലനക്ഷത്രക്കാർ. അതുമാത്രവുമല്ല, ആരുടെ മുൻപിലും നട്ടല് വളയ്ക്കാത്ത തൻ്റെടികൾ, മനസ്സിലുള്ളത് എന്താണോ അത് അപ്പോൾ തന്നെ തുറന്നു പറയുന്ന ആ ഒരു പ്രകൃതം, എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും നൽകുന്ന വലിയ മനസ്സിനുടമകൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ആ ഒരു സ്വഭാവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ വഴിമാറുമ്പോൾ നിങ്ങളുടെ ജീവിത രീതി ആകെ മാറി മറിയുന്ന അത്ഭുത കാഴ്ചകൾ നിങ്ങൾക്ക് തന്നെ സ്വയം കാണാൻ സാധിക്കും, അതായത് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില പ്രത്യേകതകളാണ്. അതിന് നമുക്ക് മൂലനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലും നിങ്ങളെ കാത്തിരിക്കുന്ന നിർണായക മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ മൂലനക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള പ്രായത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കേതുവിൻ്റെ മഹാദശയിലാണ് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്കാലം സാങ്കല്പിക ചിന്തകൾ നിറഞ്ഞതോ അല്ലെങ്കിൽ കുടുംബത്തിൽ ചില പെട്ടെന്നുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതോ ആയിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ചർമ്മത്തിൽ വരാവുന്ന അലർജികൾ ഇത് നിങ്ങൾക്ക് കൂടിയും കുറഞ്ഞും ഇരിക്കും. വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതും നിങ്ങളെ വിട്ടുമാറാതെ കൂടിയും കുറഞ്ഞും ഇരിക്കും. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വീഴ്ചകൾ എന്നിവ ഈ കാലയളവിൽ നിങ്ങൾക്ക് കാണുന്നത് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ജാതകത്തിൽ കേതു പരിപൂർണ ബലവാനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഈ മറ്റു കുട്ടികളെക്കാൾ ആത്മീയ ചിന്തകളും തൻ്റെ ഇടവും അതുപോലെ തന്നെ പെരുമാറ്റത്തിലുള്ള ആ ഒരു ദൃഢതയും കൂടുതലുള്ളവരായിരിക്കും. എന്നാൽ പഠനകാര്യത്തിൽ സ്വന്തമായ ഒരു ശൈലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്പം വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകി നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധ പിടിച്ചു പറ്റും. വാശി അല്പം കൂടുതലാണെങ്കിലും മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പ്രത്യേക ശ്രദ്ധയും പ്രശംസയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ 15 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ കാലഘട്ടം, ജീവിത കാലഘട്ടം നിങ്ങൾ പൂർത്തിയാക്കുന്നത്. അതിന് നമുക്ക് മൂലനക്ഷത്രക്കാരുടെ 15 വയസ്സ് തികഞ്ഞ് 20, 25, 30 എന്നീ വയസ്സുകളിലേക്ക് നിങ്ങളുടെ ജീവിതം കടക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ അവിടെ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ശുക്രദശ നിങ്ങളുടെ കരിയറിലും ചിന്തകളിലും വലിയൊരു അടിമുടി മാറ്റത്തിന് തുടക്കമിട്ടിരിക്കും.
എന്നാൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ഉന്നത പഠനത്തിനായുള്ള പല വഴികൾ നിങ്ങളുടെ മുൻപിൽ മാറി മാറി തുറക്കപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യും. അതായത് എൻജിനീയറിംഗ്, റിസർച്ച്, IT, മെഡിക്കൽ ഫീൽഡ്, ആത്മീയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ക്രൈം ബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള മേഖലകളൊക്കെ ഇവർ തിരഞ്ഞെടുക്കാൻ ഈ സമയത്ത് സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ 23 വയസ്സ് പിന്നിടുന്നതോടുകൂടി നിങ്ങളുടെ കൈകളിൽ സ്വന്തമായിട്ടുള്ള വരുമാനം വന്നു ചേരാൻ തുടങ്ങും. എന്നാൽ ഈ പ്രായത്തിൽ രാഹുവിൻ്റെയോ ചൊവ്വയുടെ ആ സ്വാധീനം നിങ്ങളുടെ ഗ്രഹനിലയിൽ വളരെ കൂടുതൽ വരികയാണെങ്കിൽ, അതായത് ഒരു പരിധി വിട്ട് നിങ്ങളെ സ്വാധീനിക്കുകയാണെങ്കിൽ തീവ്രമായ ചില ബന്ധങ്ങളിൽ നിങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ അമിതമായ വെടിവാശിയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത തുറന്നു പറച്ചിലുമൊക്കെ കാരണം ആ ബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളും അതുപോലെ തന്നെ വലിയ മാനസിക വൈഷമ്യങ്ങളും ഉറപ്പായിട്ട് നേരിടേണ്ട സാഹചര്യമുണ്ടാകും. എന്നാൽ 26 വയസ്സ് കഴിയുന്നതോടെ നിങ്ങളുടെ തൊഴിൽ രംഗം ഒരു സുരക്ഷിത തലങ്ങളിലേക്ക് വളർന്നു കിട്ടും. എന്നാൽ 27 വയസ്സിന് ശേഷമായിരിക്കും നിങ്ങളുടെ വിവാഹത്തിനായിട്ടുള്ള ആ ഒരു ഗ്രഹാനുകൂല്യം നിങ്ങൾക്ക് തെളിയുക. ഈ പറഞ്ഞതുപോലെ അല്പം വൈകിയാണെങ്കിലും ശരി, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന ആ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഉറപ്പായിട്ടും സാധിക്കും. എന്ന് മാത്രവുമല്ല, ദാമ്പത്യം അതീവ മനോഹരമായി തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിന് നിങ്ങൾ മൂലനക്ഷത്രക്കാർ 30 വയസ്സ് തികഞ്ഞ് 35, 40, 45 എന്നീ ലൈഫ് സ്റ്റേജിലൂടെ നിങ്ങളുടെ 50 വയസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ 30 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും 35-ാമത്തെ വയസ്സിൽ ആരംഭിക്കുന്ന ആ ഒരു വ്യാഴ-ശനി പ്രഭാവം നിങ്ങളുടെ ജീവിത രീതിയെ ആകെ മാറ്റിമറിക്കും. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ സാമ്പത്തിക ഗ്രാഫ് വൻ ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു സമയമാണ്. അതായത് ഈ സമയത്ത് പുതിയ വീട്, ഭൂമി അല്ലെങ്കിൽ ഈ ബിസിനസ് വിപുലീകരണം എന്നിവയ്ക്കുള്ള ആ ഒരു മുഹൂർത്ത സമയമാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ഈ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം. എന്നാൽ 43 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഗ്രഹനിലയിൽ ചില പ്രത്യേക മാറ്റങ്ങൾ വരുന്നത് കാരണം നിങ്ങൾ വിശ്വസിച്ച അല്ലെങ്കിൽ നിങ്ങളേറെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് കരുതിയിരുന്ന ആളുകളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള തിരിച്ചടികളോ അല്ലെങ്കിൽ അനാവശ്യ തർക്കങ്ങളിൽ പെട്ട് ഈ പേരുദോഷങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഈ സമയത്ത് വന്നു ചേർന്നേക്കും. അതിനാൽ ഈ സമയത്ത് ഈ പണമിടപാടുകളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന അങ്ങനെയുള്ള ഇടപാടുകളെല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. എന്നാൽ 48 വയസ്സിന് ശേഷം നിങ്ങളുടെ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത് മറ്റാരും കൊതിക്കുന്ന ആ ഒരു വലിയ സാമ്രാജ്യം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. മാത്രവുമല്ല, വലിയ സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് കാണാനും സാധിക്കും. അതിന് അടുത്തതായി ജീവിതത്തിൻ്റെ പക്വതയാർന്ന കാലഘട്ടം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആ ഒരു നിങ്ങളുടെ ജീവിതയാത്രാ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മൂല നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ 70 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ വയസ്സുകളിലേക്ക് പോകുന്ന നിങ്ങളെ ഈ മൂല നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 55 വയസ്സിന് ശേഷം സൂര്യദശയുടെയോ ചന്ദ്രദശയുടെയോ അനുകൂല പാത അല്ലെങ്കിൽ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വഴി സമൂഹത്തിൽ നിങ്ങൾ വലിയൊരു ലീഡർഷിപ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പദവിയിലേക്കോ ഉയർന്നേക്കാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രായത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് പതിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ച് ചെറിയൊരു തുക ഇറക്കിയാൽ അത് 10 മടങ്ങായിട്ട് വർദ്ധിച്ചു കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് സംജാതമാകുക. അതുപോലെ തന്നെ മക്കളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റി തികച്ചും സുരക്ഷിതമായ ആ ഒരു ജീവിതം നയിക്കാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റൊന്നും പേടിക്കാതെ തന്നെ ഈ കാലഘട്ടം സമ്പത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു കാലഘട്ടമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയവുമായ അവസാന ഘട്ടം, അതായത് 70 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള കാലയളവ് ഒന്ന് നോക്കിയാൽ 75, 80, 85, 90 എന്നീ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം വിട്ട് മനസ്സ് പരിപൂർണമായും ഈശ്വര ചിന്തയിലേക്കും ദാനധർമ്മങ്ങളിലേക്കും
തിരിയുന്നതായിരിക്കും. ഒട്ടുമിക്ക എല്ലാവർക്കും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തിരിയുന്നതാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഈ പിന്നിട്ട കാലങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ആർജിച്ച ആ ഒരു മനോധൈര്യം അല്ലെങ്കിൽ ആ ഒരു ആത്മസംതൃപ്തി, അതെല്ലാം നിങ്ങളുടെ കൈമുതലായതുകൊണ്ട് തന്നെ, അങ്ങനെ കൈമുതലായിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ധൈര്യം വെച്ച് നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഈ മൂലം നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ പോരാട്ടങ്ങളും വെല്ലുവിളികളുമൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ പോലും അസൂയപ്പെടുന്ന രീതിയിൽ വലിയ രാജകീയ പ്രതാപത്തോടു കൂടി ജീവിക്കാൻ ഭാഗ്യമുള്ളവരാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊതുവായ ജാതക ഫലങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ആ ഇടപെടലുകൾ അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത്, ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്, ഞാൻ ഈ പറഞ്ഞ ഫലപ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ഒത്തുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം എന്നുള്ളവർക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.